ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എനിക്ക് ഷോപ്പിംഗ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അവളുടെ എൻഗേജ്മെൻ്റ് ആണ് ജൂലൈയിൽ. അപ്പം അവളുടെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുക്കാൻ ഞാൻ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കൊച്ചിയിൽ ട്രാൻഡത്തോട്ട് പോവുകയാണ്. അപ്പം ഇന്ന് എത്തിയ ഉടനെ ഷോപ്പിങ്ങിലോട്ട് നേരെ കിടക്കാൻ പോവുകയാണ്. സോ ഐ തോട്ട് ഐ വിൽ വ്ളോഗ് ദി എൻറ്റയർ തിങ് ബിക്കോസ് മിക്കവാറും ഞാൻ തന്നെയായിരിക്കും അവളെ കുറേ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ കൊണ്ടുപോയാണ് അമ്മ അച്ഛനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കളിയാക്കുന്നതുകൊണ്ട് സോ ഡോണ്ട് ആസ്ക് മീ വൈ ഐ എം നോട്ട് ഗെറ്റിംഗ് മാരീഡ്. എൻ്റെ കുഞ്ഞു സിസ്റ്ററാണ് കല്യാണം കഴിക്കുന്നത്. ബിക്കോസ് ഐ എം നോട്ട് റെഡി ആൻഡ് ഷീ ഈസ് റെഡി. സോ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിംഗിലേക്ക് പോകാം. എന്താ എനിക്കിതിനെ നാണം? ഞാൻ റെഡിയല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ റെഡിയല്ല ആവത്തിന്. അവൾ അത്രയ്ക്ക് കൊച്ചൊന്നുമല്ലല്ലോ, 2 വയസ്സല്ലേ ഉള്ളൂ. അവളും അഡൾട്ടല്ലേ. ഗുഡ് മോർണിംഗ്. സോ ഞാനിന്ന് ഇന്നലെ മാമിയുടെ വീട്ടിലാണ് കിടന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇഗ്നോർ മൈ ബോയ്സ്. ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. അപ്പം ഞങ്ങൾ മാമിയുടെ അവിടെ ആണ് ഞാൻ നിന്നത്. ഞങ്ങൾ വന്നോണ്ട് വി വെർ റഷിങ്. എൻ്റെ ഫോൺ ഓഫ് ആയി. സോ ഐ കുഡിൻ വ്ളോഗ്. സോ ഇന്നലെ വി ഡിഡ് സംതിങ്. ഇന്നലെ തന്നെ എനിക്കൊരു സാരി എടുത്തു ഫസ്റ്റ്ലി. പിന്നെ ബ്രൈഡിനുള്ള എൻഗേജ്മെൻറ്റിന് അവളിടാൻ പോകുന്ന ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് 2 സാരി വേണം. സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 സാരി എടുത്തു. ആൻഡ് ഓൾസോ അനിയനൊരു കുഞ്ഞു കുർത്ത എടുത്തു. പിന്നെ നമ്മളെൻ്റെ അടുത്ത് ഇത്രയാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. പക്ഷേ ഇനിയും ടാസ്കുകളുണ്ട്. കാരണം കിച്ചുവിന് ഞാനാണ് എല്ലാവരുടെയും ഡ്രസ്സ് പ്ലാൻ ചെയ്യണേ. അപ്പോൾ കിച്ചുവിന് ഞാൻ പ്ലാൻ ചെയ്തത് ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ്. അപ്പം അതിന് കുർത്ത മാത്രം എടുത്തിട്ടുള്ളൂ. എൻ്റെ ഒരു വേസ്റ്റ് കോട്ടിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കണം. വി ആർ റഷിംഗ്. രാവിലെ 10 മണിക്ക് തന്നെ തുടങ്ങണം. ബിക്കോസ് എനിക്ക് ഇന്ന് പോയേ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് 10 മണിക്ക് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ്. ആൻഡ് ഐ ഹോപ്പ് എവറിത്തിങ് വിൽ ഗോ റിയലി വെൽ. ബിക്കോസ് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് വേറെ ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കുന്നത്. എൻ്റെ പോലെ നിശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു. ബാൽക്കണിയിലിരിക്കുക. അപ്പോൾ പിള്ളേരൊക്കെ താഴോട്ട് പോവാം. നീ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞെന്ന് ആദ്യം പറ. അവന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ വന്നു പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന്. ഞാൻ പറഞ്ഞ വേണ്ടെന്ന്. 500 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. അതിൽ വരണവരെയും കൂടെ നീ ഇല്ലാണ്ടാക്കുകയാണ്. മുട്ടും ചൂടാണ്ട് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇറങ്ങാൻ പോവാണ്. ബാക്കി എല്ലാവരും റെഡി ആവണം. അപ്പോൾ പെട്ടെന്ന് പോകാം. ഇന്ന് 4 മണിക്കെങ്കിലും എനിക്കൊന്ന് ബസ് പിടിച്ച് തിരിച്ചെത്തണം എന്നുണ്ട്. ഇവരെന്നെ സമ്മതിക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ പറ ചേച്ചിയുടെ കല്യാണമായിട്ട് എങ്ങനെ ഉണ്ടെന്നില്ലേ? ഒരുപാട് ഡ്രസ്സൊന്നും കിട്ടില്ല. അതിന് കല്യാണത്തിനുള്ള ഒരു ഉടുപ്പേ കിട്ടത്തുള്ളൂ. എൻഗേജ്മെന്റിനുള്ള ഒരേ ഒരു ഉടുപ്പ്. അവള് പോകുമ്പോ നിനക്ക് വിഷമാവോ? അവനൊരു വിഷമവും ഇല്ല. അവന് അവളുടെ ചിക്കനും കൂടെ കിട്ടുന്നുള്ള സന്തോഷമേ കാണത്തുള്ളൂ. എനിക്കറിയാം. ഇറങ്ങി ബാ. മാമിയുടെ വഴക്ക് കിട്ടണതിന് മുമ്പ് ഇതൊക്കെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്. ഇവളാണ് കെട്ടാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഇന്നലെ സാരി ഇഷ്ടപ്പെട്ടോ? എത്ര ഇഷ്ടപ്പെട്ട്? ഭയങ്കര. നീ വിചാരിച്ച തന്നെ കിട്ടിയ? നീ ഓൺ റെക്കോർഡാണ്. എടുത്തിട്ട് പറയെടുത്ത് ചേച്ചി കാരണമാണ് ഞാൻ എടുത്ത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടു. ഹോട്ടലിൽ പോയി കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അച്ഛനെ വിളിച്ചിരിക്കുകയാണ്. അച്ഛൻ നോക്കി ചെറിയുന്നുണ്ട്. അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ ഷോപ്പിംഗ് ബാക്കി കാര്യങ്ങൾക്ക് പോവാണ്. മെയിൻ സ്പേസ് പോത്തീസ് തന്നെയാണ്. കാരണം നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടില്ല. എല്ലാവരും പറയും പോത്തീസ് നോട്ട് എ നൈസ് പ്ലേസ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെറ്റീരിയൽ വെങ്കട് ട്രാവൽസിലും RK മോളിലും കിട്ടിയില്ല. അത് ഞാൻ ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അച്ഛൻ എനിക്ക് അറിയരുത് കിട്ടൂല. ഞാൻ ഇറങ്ങി ഉടനെ മാമിയുടെ അടുത്ത് പറഞ്ഞു കിട്ടില്ല. അങ്ങനെ നമ്മൾ പോത്തീസ് കിട്ടിയുള്ളൂ. വേറെ ഒരെണ്ണം കിട്ടിയില്ല. ചില സന്തോഷമുണ്ടോ? ഒരു ഫുഡില്ല. മാമി ആദ്യം പറഞ്ഞ് എല്ലാരും വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരണേ, പുറത്തൊന്നും ഫുഡില്ല. നമുക്കൊന്നും കിട്ടിയില്ല. ഫ്ലോർ മാറട്ടെ.
പിന്നെ നമ്മളൊന്നും തുടങ്ങിയില്ല. ഇനി ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചെരുപ്പ് വാങ്ങിക്കാൻ പോകണം. നിന്റെ അച്ഛന് ഷർട്ട് വാങ്ങിക്കണം, തയ്ക്കാൻ കൊടുക്കണം. എനിക്ക് ഡ്രസ്സ് വാങ്ങണം, പാൻറ് വാങ്ങണം. നിനക്ക് എന്ത് വേണം? ഡ്രസ്സ്, പാൻറ്. ഇന്നും ഞാൻ പോണില്ലേ വീട്ടില്. മാമിനെ ഒരുപാട് കൺവിൻസ് ചെയ്ത് നമ്മൾ നോർമൽ ബ്ലൗസിൽ നിന്ന് ഒരു പഫ് സ്ലീവ് ബ്ലൗസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടുമ്പോൾ മുഖം വീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബ്ലൗസ് വരുമ്പം കരിഞ്ഞു പോയി. അത്രയും വേലായിരുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ദിവസമാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കണം. ഇത് കണ്ട എൻ്റെ മൂക്കൊഴിച്ച് ബാക്കി ഫുൾ ടാനായി. അച്ഛൻ മാത്രം ചില്ലടിച്ചിരിക്കണം. അച്ഛൻ ഇതൊന്നും ഒരു ബാധകമില്ല, വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നത് പോലെ ഇരിക്കണം അച്ഛൻ. അപ്പം എല്ലാവരും ഉണ്ട്. സൺസ്ക്രീൻ ഒക്കെ ഒലിച്ച് തളർന്ന് അട്ടികോലത്തിലായി. കിച്ചു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെരുപ്പ് വാങ്ങിച്ചു, കിച്ചുവിൻ്റെ പാൻറ് വാങ്ങിച്ചു, മാമിക്ക് തയ്ക്കാൻ കൊടുത്തു. ഇനി മോളെ ഫ്രാൻ കുറച്ചാ ഇങ്ങോട്ട് നോക്ക്. ഈ ചിപ്സ് ഉണ്ടല്ലോ, അതും കഴിച്ചു. വേണ്ട ചേച്ചി, ഇത് മാത്രം മതി. കുറച്ച് പേടിയുണ്ട്. ഞാനോട് ചോദിച്ചു നിനക്ക് ഉണ്ണിയപ്പം വേണോ വേണോന്ന്. ഉണ്ണിയപ്പം അച്ഛാ ഞാൻ നന്ദന് വാങ്ങിച്ചില്ലേ ചോദിച്ചു. അങ്ങനെയാണോ? ഇത്ര ഉടുപ്പ് കിട്ടു നോക്കണ്ടേ. ഞാൻ എത്രയും ഡ്രസ്സ് എടുത്തു, പക്ഷേ മിക്കവാറും ഞാൻ ഒന്നേ എടുക്കുള്ളൂ. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കാഷ്വൽ ഡ്രസ്സ് മേടിക്കാൻ നമ്മൾ സൂഡിയോയിൽ വന്നു. മാമന് മാത്രമൊന്നും കിട്ടിയില്ല. അപ്പം അത് പിന്നെ എടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് റഷാണ്. നമ്മൾ സൂഡിയോയിൽ പോയി ഷോപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ബസ്സിൽ കയറി ഓടി പിടിച്ച് ബസ് വന്നു. അപ്പോൾ ലാസ്റ്റത്തെ സീനൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ ബാക്കിൽ വെച്ചിട്ട് കയറി. അപ്പോൾ ടയർഡായി. ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതാണ്. വിശക്കൊന്നും സൈഡായി, വെയിൽ ഫുൾ പൊള്ളി. ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്നൊന്നും നടക്കത്തില്ല. നാളെ വല്ലതും പാക്കൊക്കെ ഇടണം എന്നുണ്ട്, ടാനൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ട്. നാളെ ആക്ച്വലി അഗെയിൻ ഒരു എക്സൈറ്റിംഗ് ഡേ ആണ്. എൻ്റെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സോ ഐ മൈറ്റ് ഗോ ദെയർ. കറക്റ്റ് സമയത്തിനൊക്കെ എത്തുകയാണ്, വേറെ വള്ളികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ദാറ്റ് ഐ ഹോപ്പ് യു എൻജോയ്. ഇറ്റ് വാസ് എ വെരി റഷ് ഷോപ്പിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഡേ എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ വാസ് ഈവൻ മോർ ഫൺ ആക്ച്വലി. അപ്പോൾ നെക്സ്റ്റ് ഇതൊരു സീരീസ് ആയിരിക്കും. കാരണം ലൈറ്റ് ഇത് മിക്കവാറും ഒരു സീരീസ് പോലെ ആയിരിക്കും. കാരണം എന്താണെന്ന് പറയാം, ഞാൻ പോകുമ്പോൾ മാത്രമേ ഒരു